ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനൊരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. കടുകും പിന്നെ പെരിഞ്ജീരകം ഒക്കെ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഞാനിപ്പോൾ പെരിഞ്ജീരകവും ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കടുകും പെരിഞ്ജീരകവും ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് സവോള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് സവോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു 2 സവോളയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കനം കുറഞ്ഞ് അരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇതേപോലെ കീറിയിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സവോള ഒന്ന് വാടി കിട്ടും. അതിനാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാംസ് സോയാബീനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള കുറച്ച് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളി ആണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഈ സവോളയുടെ കൂടെ അതങ്ങ് വാടിപ്പോവും. അപ്പോൾ നമുക്ക് സവോള ഒന്ന് വാടി കിട്ടിയതിന് ശേഷം തക്കാളി ചേർത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയും സവോളയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിലും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ആ സവോളയിലൊന്ന് പുരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 250 ഗ്രാംസ് സോയാബീനാണ് എടുത്തേക്കുന്നത്. ഞാനതൊന്ന് മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിരുന്നതാണ്. അതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 നാരങ്ങയുടെ പകുതി മുറിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് പുരട്ടി വെച്ചിരുന്നത്. വെള്ളത്തിലിട്ടിതൊന്ന് സോക്ക് ചെയ്യും. അപ്പം അതിനുശേഷം ഞാൻ നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് മസാല എല്ലാം പുരട്ടി വെച്ചത്. ഞാനിപ്പം ചെറിയ സോയാബീനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ വലിയ സോയാബീൻ എടുക്കുകയാണെങ്കിൽ അതൊന്ന് ഹാഫ് ആക്കിയതിന് ശേഷം ഒന്ന് നടുക്കൊന്ന് മുറിച്ചതിന് ശേഷം അത് മസാല പുരട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചാൽ നമുക്ക് അല്ലാതെ സവോളയൊക്കെ വഴറ്റുന്ന മസാലയോട് ചേർക്കുമ്പം നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അധികം താമസമൊന്നും വരത്തില്ല. ഇനി ഞാനിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുവാണ് ഒന്ന് കുക്കായി കിട്ടാൻ. നമുക്ക് അധികം അറിയാത്ത ഒരു കാര്യമുണ്ട്. നമ്മളുടെ മുട്ടയിലും മീറ്റിലും മിൽക്കിനും ഒക്കെ ഉള്ളതിനെക്കാട്ടിലും ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് സോയാബീനിലുണ്ട്. ഇനി ഞാൻ ഇത് അടപ്പൊന്ന് തുറന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ സോയാബീൻ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു ആവി കയറുമ്പോൾ തന്നെ ഇതൊന്ന് പെട്ടെന്നൊന്ന് കുറച്ചുകൂടെ വെന്ത് കിട്ടും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ.
ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതിയാവും, കാരണം കുറച്ച് സോയാബീനെ എടുത്തിട്ടുള്ളൂ. റോസ്റ്റാക്കി എടുക്കുകയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. കറിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിതൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്ക് ഇതിൽ നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയ്റ്റും ഡയബറ്റീസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സോയാബീൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റാക്കി എടുക്കാൻ പറ്റും. കാരണം ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർത്തുള്ളൂ. കാരണം പെട്ടെന്ന് ഈ സോയാബീനിൽ വെള്ളം വലിച്ചെടുക്കും സോയാബീൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ തവി കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. പിന്നെ ഞാൻ ഫൈനലി ഇതിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് റോസ്റ്റാക്കി എടുക്കുന്ന ഏതിൽ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് വീണ്ടും ഞാനത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് സ്റ്റൗ ഓഫാക്കി വെക്കണം. അതിന് ശേഷമേ ഇത് നമുക്ക് എടുക്കാവൂ. അപ്പോൾ നമ്മളുടെ സോയാബീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് ഞാനിതൊന്ന് സ്റ്റൗ ഓഫാക്കി വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.